ഒറ്റ രാത്രി കൊണ്ട് ഡ്രം സ്റ്റാർ ആയതിൻ്റെ സന്തോഷത്തിലാണ് ഫാദർ ഹയാസിന്ത് മേരി കോർഡൽ എന്ന ഈ ഡൊമിനിക്കൻ വൈദികൻ. ചടുല വേഗത്തിൽ ഡ്രംസ് വായിക്കുന്ന വൈദികന്റെ വീഡിയോ ഇതിനോടകം 2 മില്യണിലധികം ആളുകളാണ് കണ്ടത്. 3 ലക്ഷത്തിലധികം ലൈക്കുകൾ നേടിയ ഈ വീഡിയോ ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ നിറഞ്ഞാടുകയാണ്. ഒരു വൈദികൻ ഡ്രംസ് വായിച്ചാൽ അത് ആളുകളുടെ ജീവിതത്തിൽ പരിവർത്തനത്തിന് കാരണമാകുമോ എന്ന ചോദ്യത്തിന് കാരണമാകും എന്നാണ് ഫാദർ ഹയാസിന്തിന്റെ ഉത്തരം. തന്റെ കഴിവിന് ആളുകൾ നൽകുന്ന പ്രോത്സാഹനവും പ്രതികരണവുമാണ് അതിന് തെളിവായി ഈ വൈദികന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഫിലാഡൽഫിയയിലെ സെന്റ് പാട്രിക്സ് ദേവാലയത്തിലാണ് ഫാദർ ഹയാസിന്ത് സേവനം ചെയ്യുന്നത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഡ്രംസിനോട് വലിയ ഇഷ്ടമായിരുന്നു ഹയാസിന്തിന്. എന്നാൽ ഹൈസ്കൂൾ പഠനകാലത്ത് ആഴമായ ദൈവവിശ്വാസത്തിലേക്ക് വന്ന ഹയാസിന്ത് തന്റെ ഉള്ളിലെ ദൈവവിളി തിരിച്ചറിഞ്ഞു. ഡ്രമ്മുകളോടുള്ള അഭിനിവേശവും ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹവും ഒരേ സമയം വളർന്നു വന്നു. ഒടുവിൽ ഒരു പ്രശസ്ത ഡ്രമ്മർ ആകണമെന്ന് തന്നെ ഹയാസിന്ത് തീരുമാനിച്ചു. വിവാഹം കഴിച്ചാൽ ജനിക്കാൻ പോകുന്ന മക്കൾക്ക് പേര് വരെ അദ്ദേഹം കണ്ടുവച്ചിരുന്നു. എന്നാൽ ഹയാസിന്തിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഒരു പ്രശസ്ത സംഗീത സ്കൂളിൽ നിന്ന് സ്കോളർഷിപ്പ് സ്വീകരിച്ച ഹയാസിന്ത് പിന്നീട് വൈദിക ജീവിതത്തിലേക്ക് തിരിഞ്ഞു. സെന്റ് ലൂയിസ് നഗരമധ്യത്തിൽ വീട് തോറുമുള്ള സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ആശ്രമങ്ങളിൽ താമസിച്ചു. ഒടുവിൽ ദൈവം അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്ന ഡൊമിനിക്കൻ സന്യാസ സഭയിൽ അംഗമായി. ഇൻസ്റ്റഗ്രാമിൽ മറ്റൊരു ഡ്രമ്മർ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഹയാസിന്ത് ചെയ്ത ആദ്യ വീഡിയോയ്ക്ക് 2.5 ലക്ഷത്തിലധികം കാഴ്ചക്കാരാണ് ഉണ്ടായത്. ഇത് അദ്ദേഹത്തെ അമ്പരപ്പിച്ചു. ലോകമെമ്പാടും നിന്ന് വൈവിധ്യമാർന്ന പ്രേക്ഷകർ അദ്ദേഹത്തിനുണ്ടായി. ലോകപ്രശസ്തരായ ഡ്രമ്മർമാരും സംഗീതജ്ഞരും ഫാദർ ഹയാസിന്തിനെ ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ പിന്തുടരുകയോ ചെയ്തിട്ടുണ്ട്. സംഗീതവും ആത്മീയതയും സമന്വയിപ്പിക്കുന്ന രീതിയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ പലരും തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഫാദർ ഹയാസിന്ത് പറയുന്നു. ഒരു വൈദികൻ എന്ന നിലയിൽ അനേകരിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗമായാണ് ഫാദർ ഹയാസിന്ത് സംഗീത മേഖലയെ കാണുന്നത്. കത്തോലിക്ക സഭയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളുമായി പോലും സംവദിക്കാൻ ഇതിലൂടെ കഴിയുന്നുണ്ടെന്നും ആ വൈദികൻ സാക്ഷ്യപ്പെടുത്തുന്നു. So people are often surprised when they learn that I play drums. You know, people don't expect to see somebody in a medieval habit and a priest. മുമ്പ് സോഷ്യൽ മീഡിയയോട് അത്ര അടുപ്പമൊന്നും ഇല്ലാതിരുന്ന തന്നെ അതേ മീഡിയയിലൂടെ തന്നെ പ്രശസ്തമാക്കിയ ദൈവത്തിന് നന്ദി പറയുകയാണ് ഫാദർ ഹയാസിന്ത്. ഒരു വൈദികൻ എന്ന നിലയിലും ഡ്രമ്മർ എന്ന നിലയിലും സുവിശേഷവൽക്കരണം സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് ചിക്കാഗോയിൽ നിന്നുള്ള ഈ യുവ വൈദികൻ.